Yes, good morning, Nancy. Good morning, sir. Yes, good morning. Good morning. Good morning, sir. Morning. Okay, good morning, Srishmi. Good morning, Nimmi. Good morning, Sanu. Anjana, good morning. Yes, Ansu, good morning. Okay, let us start. Okay, Shruti, let us start. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിരുന്നോ? ഒന്നും ഉണ്ടായില്ലേ? പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞത് ഒന്നും ഉണ്ടായില്ല. യെസ്, എന്റെ ഒരു ഓർമ്മ എന്തോ പറഞ്ഞു എന്നാണ്. പോട്ടെ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ചോദ്യം ഇതാണ്: ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? നിങ്ങളുടെ ഒരു ദിവസത്തെ സാധാരണഗതിയിലുള്ള ഞായറാഴ്ചയുടെ ജീവിതം എന്ന് പറയും. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഞായറാഴ്ച. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, തുടങ്ങി വെക്കുമ്പോ പറയാം, എഴുന്നേൽക്കണമല്ലോ രാവിലെ. I will wake up at 8 o'clock in the morning. 8 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. Late 8 o'clock and late 7 o'clock. അത് വേണമെങ്കിൽ പറയാം. Then after that we will talk for some time with my husband, with my children. കുറെ നേരം പിള്ളേരൊക്കെ കിടന്ന് വർത്താനം പറഞ്ഞിരിക്കും. After that I will go to kitchen and I will prepare tea. ഓക്കെ, സിംഗിൾ വന്നോ? ഓക്കെ 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 ശ്രീലക്ഷ്മി അങ്ങനെ ചെയ്യുന്നു. ആൻഡ് അറ്റ് 9 o'clock I go to church or I go to temple. I will return. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? I make beef curry or chicken curry, then food, then afternoon a good sleep. അങ്ങനെ ഞായറാഴ്ച. How do you spend your Sundays? ഇനി ഒറിജിനൽ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കയ്യിൽ നിന്നൊക്കെ ചേർത്തോ. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ വെക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. യെസ്, അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവതരിപ്പിക്കുക. ഹൗ ഡു ഐ സ്പെൻഡ് ഓക്കെ ശ്രുതി മൈ സൺഡേസ്? എന്റെ ഞായറാഴ്ചകൾ എങ്ങനെയാണ്? അപ്പൊ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെയുള്ള സമയം, എന്നിട്ട് നമുക്ക് അറ്റ് 11 o'clock I go to bed. ഓക്കെ മോർണിംഗ് റൊട്ടീൻ. ഓക്കെ ശ്രീലക്ഷ്മി, അങ്ങനെ റെഡി ആയിട്ട് പോന്നോ? യെസ്. ഞായറാഴ്ചകളിലാണ് ഒരു സിനിമ കാണുന്നതെങ്കിൽ അത് പറയാം. ഞായറാഴ്ചകളിലാണ് ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനുള്ളെങ്കിൽ അതിനെ സൂചിപ്പിക്കുക. എന്നും പോകുന്നതല്ല, പോകാറുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആരെ ഏൽപ്പിക്കണം? യെസ്, രണ്ടുപേരെ ഏൽപ്പിക്കാം. കാരണം ആരെങ്കിലും ഒരാളെങ്കിൽ ഇല്ല എങ്കിൽ അടുത്തൊരാളെ ഓർമ്മിപ്പിക്കണ്ടേ. അപ്പൊ ഒന്ന് ഹീരനെ ഏൽപ്പിക്കുക, അടുത്തത് ആരെ ഏൽപ്പിക്കണം? ഫാൻസിയെ ഏൽപ്പിക്കാം. രണ്ടുപേരും ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഹീര ആൻഡ് ഫാൻസിയ. ഓക്കെ. സാനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിമ്മി പറയുന്നത് സൺഡേ ആണ് ഏറ്റവും നേരത്തെ എഴുന്നേൽക്കേണ്ടത്. യെസ്, കാരണം എന്താണ്? അന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കേണ്ട ദിവസമാണ് അല്ലെ? അതുകൊണ്ടാണ് സൺഡേ നേരത്തെ എഴുന്നേൽക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഓക്കെ നിമ്മി? യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെൻസിനെ കുറിച്ചായിരുന്നു. ആ ടെൻസിന്റെ പേരായിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ് എഴുതുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, ബീൻ ചേർക്കുന്നു, വെർബ് അതിന്റെ കൂടെ ing. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇത്രയും വന്നു കഴിയുമ്പോഴാണ് അതെന്താവുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു മീനിങ് ഞാൻ പറഞ്ഞു. നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിൽ തുടരുകയും ചെയ്യും. യെസ്,
started in the past, continues in the present, and it will continue in future. 2020 മുതൽ ഞാൻ ചേന്ദമംഗലത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ താമസിക്കുന്നത് ചേന്ദമംഗലത്താണ്. നാളെയും ഞാൻ താമസിക്കുന്നത് ചേന്ദമംഗലത്തായിരിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലുണ്ട്. അതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിൽ സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടെൻസിലോട്ട് പോവുകയാണ്. അടുത്ത ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ്, HAD ഹാഡ്. അത് കഴിഞ്ഞതിന് ശേഷം ബി, പിന്നെ വെർബ്, പിന്നെ ഏജ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളത്. സബ്ജക്റ്റ് ഹാഡ്, ബീൻ, വെർബ്, ING. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില് ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറഞ്ഞല്ലേ, അത് മാറ്റിയിട്ട് അവിടെ ഹാഡ് ചേർക്കുന്നു. അപ്പൊ അതെന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്കിനി സിറ്റുവേഷൻ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ സാനു, ഇനി സിറ്റുവേഷൻ ഒന്ന് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിൽ തുടരുകയും ചെയ്യും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നേരത്തെ ആരംഭിച്ച് പക്ഷെ ഇപ്പോഴില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. യെസ്, നിങ്ങൾ ഇവിടെ പഠിക്കുന്നതിന് മുമ്പ് നേരത്തെ നിങ്ങൾ മഹാരാജ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ഹാഡ് ബീൻ അറ്റ് മഹാരാജ് കോളേജ് അങ്ങനെ വരാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലായത് ഇപ്പോഴില്ല, ഇപ്പോഴും സ്ഥലത്താണ്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ ഫെഡറൽ ബാങ്ക്. ഞാൻ ഫെഡറൽ ബാങ്കിൽ ഹാഡ് ബീൻ എന്ന് വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കുക നേരത്തെ അവിടെ ജോലി, ഇപ്പോൾ സ്ഥലത്താണ്. Now I am working in BSC. I had been working in Panchayat. Now I am working in Revenue Department. Yes. അപ്പൊ നമുക്ക് പറയാം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ ഓക്കെ, യു ഹാഡ് ബീൻ റണ്ണിങ്. അപ്പൊ നേരത്തെ ഓടിക്കൊണ്ടിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഓരോ സെന്റൻസുകൾ പറയാ. Subject plus okay Srishmi. I had been studying in Shakti Tamburan College. Okay Srishmi. Yes, Shakti Tamburan College. Yes. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു രാജാവായിരുന്നു ശക്തി തമ്പുരാൻ. അറിയോ ശ്രീലക്ഷ്മി? യെസ്, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു രാജാവായിരുന്നു ശക്തി തമ്പുരാൻ. ആ ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന രാജാവിനെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ നാട്ടിലാണ് ഈ ക്ലാസ് ലൈവ് പോകുന്നത്. അതെവിടെയാണ്? ചേർന്നത്. അപ്പോ ശക്തൻ തമ്പുരാന്റെ പ്രധാനമന്ത്രിമാരായിരുന്നു പാലിയത്തച്ഛൻ. ആ പാലിയത്തച്ഛന്റെ നാടുള്ളത് ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് ഇവിടെ പാലിയത്ത് കൊട്ടാരവും മ്യൂസിയവും ആ സംഗതിയെല്ലാം വരാനുള്ള കാരണം. യെസ്, ഓക്കെ. They have been playing tennis. Okay, that's here. Correct. They have been. Yes. Okay, very good, very good. Yes. Ili. You have subject plus, had plus, been plus, verb plus. I had been working, but today it is my holiday. I had been working. No, but I am not Yes. I would drink milk എന്ന് പറയും. I would drink milk എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പാല് കുടിക്കാനുണ്ടായിരുന്നു, ഇപ്പില്ല. They had been dictating the truth. Okay, okay. Very good, very good. നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. I had been eating more sweets. Okay, Vinisha? Yes. Subject plus, had plus, been plus, verb plus, ING. Okay. അപ്പൊ നമ്മുടെ ടെൻസിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇവരുടെ കൂടി ഉള്ളൂ. Yes. Very simple, right? Very simple. Okay, okay, okay. I had been dieting very well. Okay, okay, Srishmi.
they had been studying for examination. Okay, Sudhi. I had been working at the company for 5 years. Okay, Sanu. We had been studying all days, so I am tired. Okay. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് എൻ. ഓക്കെ ഹീര, ഐ ഹാഡ് ബീൻ സേവിംഗ് മണി ഫോർ മന്ത്. യെസ്, ഐ ഹാഡ് ബീൻ സോൾവിംഗ് ചലഞ്ചസ് puzzles. I had been telling interesting stories. ഓക്കെ ഓക്കെ യെസ്. ഇനി നമ്മൾ ഇതിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് പോകും. അപ്പോൾ ഒരു ടെൻസിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചേർക്കണം? ലക്ഷ്മി പറഞ്ഞ പോലെ ഒരു നോട്ട് ചേർക്കണം. അപ്പൊ ആ നോട്ട് ചേർക്കുമ്പോൾ എവിടെ ചേർക്കണം? ഹാഡിന്റെയും ബീനിന്റെയും നടുവിൽ ചേർക്കാം. ലക്ഷ്മി ഹാഡിന്റെയും ബീനിന്റെയും നടുവിൽ ചേർക്കാം. ഹാഡ് നോട്ട് ബീൻ. ഹാഡ് ബീൻ എടുത്ത് പറയേണ്ട, ഹാഡ് നോട്ട് ബീൻ. ഇതാണ് കറക്റ്റ്. ഓക്കെ, ഹാഡ് നോട്ട് ബീൻ. അപ്പൊ ഇനി നിങ്ങൾ പറയേണ്ട വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് നോട്ട് ബീൻ. Had not been. I had not been studying. I had not been teaching. You had not been waiting. അപ്പോൾ നമുക്ക് പറയാം, വിനീഷ് പറയുന്നു, they had not been playing cricket, or they had not been playing tennis. I had not been studying for my graduation. Okay, Sirashmi. Yes. ഹാഡ് പ്ലസ് നോട്ട്. നേരത്തെ പറഞ്ഞ അതേ വാചകങ്ങൾ പറയാം, അതിന്റെ കൂടെ എന്തുകൂടി ചേർത്താൽ മതി? ഒരു നോട്ടും കൂടി ചേർത്താൽ മതി. അപ്പൊ എന്താണ്? ഹാഡ് നോട്ട്. യു ഹാഡ് നോട്ട് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഓൾ ഡേ. ഓക്കെ, ദാറ്റ്സ് ഹിയർ. യെസ്, ഇന്ന് നമ്മുടെ HA12ന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഐ ഹാഡ് നോട്ട് ബീൻ തിങ്കിങ് about that all day. Okay, Sudhi, correct ആണ്. HA12 അവസാനിച്ചു. ഇനി 13 ഉണ്ട്, 14 ഉണ്ട്, then after that 15 ഉണ്ട്. Okay, correct Sanu, correct. We had not been waiting. I had not been feeling well yesterday. Yes, well sentence. Okay, I had not been feeling well. Yes, I had not been thinking about my past 5 years. Okay. Yes. Yes. Very good. Okay. Very good. Yes. അപ്പോൾ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് വാചകം എഴുതേണ്ടത് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട. ആ ഹാഡ് എടുത്തിട്ട് ആദ്യം പറഞ്ഞതിന് സ്റ്റേ. Had you been working? Had you been telling lies? Had he been reading a book? Okay, then see, had ആദ്യം പറയുമ്പോൾ എന്തായിട്ട് മാറുന്നു? അത് ഒരു ചോദ്യമായിട്ട് മാറുന്നു. യെസ്. പറഞ്ഞോളൂ. ഹാഡ് ആദ്യം വരുന്ന സൈസുള്ള വാചകങ്ങൾ പറഞ്ഞോളൂ. Had she been working all day? Okay, all എന്നുള്ളതിന്റെ a small letter ഇട്ടാൽ മതി. Yes. Okay, അപ്പൊ ഹാഡ് ആദ്യം വന്നു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? Had they been riding their bicycle? Okay, Sudhi, correct ആണ്. Yes. Okay, had ആദ്യം വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? That turned into a S. Had you been running? Had she left? Had she been left എന്നാക്കാം. Had she been studying for before power out? Okay, Sanu. Yes. Had you been studying for the job? Okay, Srilashmi. Had you been dancing yet? Okay, Gunju.
Had you been cooking biryani? Yes, Vinisha. Okay. അപ്പോൾ ഇത് സിമ്പിൾ ആണ്. അപ്പൊ ഞാനിപ്പോ അപ്പൊ നിങ്ങൾ നമ്മളിപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ഓക്കെ here had you been waiting for a long time, had you been thinking about the incident. Okay, correct ആണ്, correct. Yes, yes. അപ്പോ ഞാൻ ശ്രീലക്ഷ്മി വിളിക്കുന്നത്. ശ്രീലക്ഷ്മി. Yes, sir. How are you? Okay, okay. Srilashmi, oh, very good. How are you, Srilashmi? I'm fine, sir. Very good, very good, very good. Okay. Apo, yes, Srilashmi ചോദിക്കുന്നത് had the student been writing short stories? Okay, Suri, yes, correct. Yes. ശ്രീലക്ഷ്മി പഠിക്കുന്നുണ്ട്, ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാല് ശ്രീലക്ഷ്മി ആഗ്രഹിക്കുന്ന ജോലി ഉണ്ടാക്കുക ഇതല്ല. നമ്മളൊരു ജോലിയിൽ ഇന്ന ജോലി ഇന്നതാണ് എനിക്ക് ഇഷ്ടം, മറ്റത് കിട്ടിയാലും പോവും, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സ്വപ്നത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ജോലി. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? ഓരോരുത്തരോടും ചോദിക്കണേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഇല്ലേ, സ്വപ്നം, ആ സ്വപ്നത്തിന് നിങ്ങൾ പറയുന്ന ജോലി ഏത്? വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? നൗ ഐ ആം സ്റ്റഡിയിങ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബട്ട് I want to be a teacher. And ആഗ്രഹം എന്തായിരുന്നു, ഒരു ടീച്ചർ ആവണം. That is my dream job. But I could not. So I studied for hospital administration and I want to become a hospital administrator. But my dream job was to become a teacher. എന്ന് പറയാം. Why I selected that as a dream job? എന്തുകൊണ്ടാണ് ഞാനത് ഡ്രീം ജോബ് ആക്കാൻ കാരണം, I know one of my favorite teacher, Sheila teacher. She was my favorite. So accidentally or unexpectedly, I want to be a teacher. Or my mother was a teacher, so I want to be a teacher. So I want to be employed in police or excise because I like uniform jobs. But അങ്ങനെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഒരു ജോലിയില്ല. I ask the question to Srirashmi, what is your dream job? Currently, I am studying a human administration course Yes. because I want a job in a reputed hospital. അത് ഇത് പഠിച്ചിരിക്കുന്നത്, ഇത് പഠിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ഒരു സ്വപ്നം, അതാണ് ഞാൻ But ചോദിച്ചത്. in my old days, I ആ, I I had a my dream to ആ become ഓക്കെ, a teacher, to become an English teacher. to become an English Uh, teacher. be- Oh, very good, very good. Yes. because I'm really love and easy to catch the words or the easy to catch the subject very well. Okay, okay, okay. That is why And you took the. I had a um, അപ്പൊ ശ്രീലക്ഷ്മി I, I ആലോചിച്ചോ, സമയം തരണം. ശ്രീലക്ഷ്മി told that Srilakshmi had a dream job. That was to become an English teacher. Yes. because I can understand English well and again sorry Yes. to repeat. Okay, okay. I can easily understand English. That is why I I want to can teach easily English. understand English and also describe the answers in my own style. Uh, Okay, okay. Very good, very good. That is very good. Yes, നമുക്ക് നമ്മുടെ because of സ്റ്റൈൽ that, അനുസരിച്ചാണ് and പഠിക്കുന്നത്. my I'm in my school days. I am my first priority goes to the subject English. Uh, Yes. so that I decided in my pre-degree to become a English teacher, but I have uh, higher marks in my commerce subjects because of my teacher said that you continue a BCom graduation for a Yes. better job.
a better job. Yes. So so I in a half mind I joined to BCom in Chettinabran College. But Yes. unfortunately, I can't complete my graduation very well because of Yes. some health issues. Yes. Then at last, ഇപ്പോ ഈ എന്താ പറയാ Yes. എനിക്ക് At കംപ്ലീറ്റ് ചെയ്യാൻ last, പറ്റില്ലേ? I reached this position. Now At I last, study I in hospital. And I study hospital administration. I want to have an employment and to be an employee and to be financially independent. Okay, am I right? Yes, sir. Okay. Only I will choose Rashmi. I will come to you. Nimmi Jos. Nimmi. Okay. Nimmi Jos. Okay, sir. Nimmi Jos. Okay. നിമ്മിക്ക് ഉണ്ടായിരിക്കാനില്ലേ ഒരു ഡ്രീം ജോബിനെ കുറിച്ചുള്ള സ്വപ്നം? Yes. Yes. What was your dream? What was? Is അല്ല what was? ഇപ്പോൾ അതിന് വേറെ ഇരിക്കാൻ. What was your dream job? My dream job was become a doctor. To become a doctor. I have Yes. always admired doctor because they help sick people and save their life. Yes. Being a doctor is not just a job; it is a Yes. noble profession that make a big difference in the work. Okay. In the work and in the society. Okay, very good. Continue. നമ്മൾ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോഴേ അവിടെ ഈ ഡോക്ടർമാരൊക്കെ പോവുകയും വരികയെല്ലാം ചെയ്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് ഒരു ആഗ്രഹം വരും. ഐ വാണ്ട് ആൾസോ ബിക്കം എ ഡോക്ടർ. എൻ്റെ ഇതുപോലെ പോകണം. ചിലപ്പോൾ നേഴ്സിനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഐ വാണ്ട് ടു ബിക്കം എ നേഴ്സ്. യെസ്. ഓക്കെ. അപ്പൊ നിമ്മി പറഞ്ഞു നിമ്മിയുടെ ആഗ്രഹം എന്തായിരുന്നു? ടു ബിക്കം എ ഡോക്ടർ. ഓക്കെ നിമ്മി, വെരി ഗുഡ്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് ടീച്ചറാണ്, നിമ്മിക്ക് ഡോക്ടറാണ്. Nancy. Yes. Nancy വരും. Yes. അപ്പൊ ഞാൻ ഹീരയിലോട്ട് വരാം. ഹീര. Yes, sir. Okay. Nancy വന്നിട്ടുണ്ട് ഹീര. അത് കഴിഞ്ഞതിന് ശേഷം പറയാം. Nancy, what was your dream job? എന്തായിരുന്നു നാൻസിയുടെ ഒരു സ്വപ്നം? കേൾക്കാമോ സാർ? കേൾക്കാം. Continue. My early dream was to work as an accountant in a good company. To become an accountant in a good company, a reputed company. Okay. Yes. But after my degree, I studied Tally for 1 year. Yes. And then I worked as a receptionist at Al-Azhar College, Medical College. Yes. Then I worked there until the 8th month. Yes. അത്രേ ഉള്ളൂ സാർ. Okay. അപ്പൊ your dream job is to become an accountant. Okay. Very good. അപ്പൊ accountant ആയി, doctor ആയി, teacher ആയി. Okay, Hira. Yes, sir. Yes. What was your dream job? My dream job is an office job. Anything. Office. So, okay, no. Yes. But main problem, no tension job. Yes. Okay. Whatever I she is very not. Every job has its own difficult. Yes. But no tension-free job. Yes. After that, before that, I working in an office. After second pregnancy, I resigned. And then, and now I think
get a better job in office job, it's okay. Yes. But sometimes I am thinking it is very difficult. Yes. That's Okay. Okay, I can understand. ഇപ്പൊ ഈ പറഞ്ഞ വാചകം എനിക്ക് മനസ്സിലാവും. കാരണം ഹീര പറഞ്ഞു ടെൻഷൻ ഫ്രീ. അതെന്താണെന്ന് അറിയാമോ? നമുക്കൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡയറക്ടർ, ഏറ്റവും മാനേജർ, ഏറ്റവും അസിസ്റ്റന്റ് മാനേജർ, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ഏറ്റവും മുകളിൽ നിന്നുള്ള പ്രഷർ താഴെ കൊടുക്കും. അത് ഒരു ഇഞ്ച് പോലും കുറയാതെ അതിന്റെ താഴെ കൊടുക്കും. അദ്ദേഹം അതിന്റെ താഴെ കൊടുക്കും. ഇത് ഇങ്ങനെ കൊടുത്തു ഫാമിലിയിലൊക്കെ ബാധിക്കും സർ. എന്ന് പറഞ്ഞാല് വീട്ടിൽ കഴിയുമ്പോ ഓഫീസിലെ ജോലി ഓഫീസിൽ ഇട്ടാലും മതി. പക്ഷെ എന്നാലും ഞങ്ങള് അതൊന്നാലും എടുത്ത് തലയിൽ വെച്ചിട്ടത് വീട്ടിൽ കൊണ്ടുവരും. അത് കറക്റ്റാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നല്ല ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ നല്ല ഉണ്ടെങ്കിൽ അവര് ടെൻഷൻ ഫ്രീ ആണ്. അവർ അത്രയും കൊടുക്കില്ല. അടിച്ചേൽപ്പിച്ചിട്ട് ചെയ്യുന്നതും നമുക്ക് ചെയ്യാലോ, അങ്ങനെ പറയുന്ന രണ്ടും വ്യത്യാസമുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു സന്ദേശമായി മാത്രമേ നമ്മൾ ജോലിക്ക് പോകാനായിട്ട് തോന്നൂ. ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ജോലി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ നല്ല പ്രഷർ എല്ലാ സമയവും പ്രഷർ ആകുമ്പോൾ നമുക്ക് മതി, ജോലി വേണ്ട, ഉള്ളതും കൊണ്ട് ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വെൻ ഐ ബിക്കം ദ ഓഫീസർ ഞാൻ ഇങ്ങനെ ആയിരിക്കരുത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പൊ ഒന്നും കൂടി ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ ഈ മരുമകൾ മൂത്താണ് ആരാവണത്? അമ്മായിയമ്മയാവണത് അല്ലേ? യെസ്. ഒരു മരുമകളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു ടെൻഷൻ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുക, വെൻ ഐ ബിക്കം ദ മദർ ഇൻ ലോ ഐ വിൽ നോട്ട് ബി ലൈക്ക് ദാറ്റ്. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? അതങ്ങനെ വരും. ഈ കോളേജുകളിലെ സീനിയേഴ്സ് ജൂനിയേഴ്സ് കൊടുക്കുന്ന റാങ്കിങ്ങിന്റെ മെത്തേഡാണ്. ഈ സഹിക്കുന്ന ജൂനിയേഴ്സ് പിന്നീട് സീനിയർ ആകുമ്പോൾ അവർ ചെയ്യും ഞങ്ങളൊക്കെ ഒരുപാട് സഹിക്കുന്നതല്ലേ, അടുത്തുള്ള ടീം സഹിക്കട്ടെ എന്ന് പറയും. യെസ്, അതൊക്കെ ഓരോരുത്തരുടെ ടെക്നിക്കലായിട്ടുള്ള കഴിവാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. യെസ്, ഒക്കെ ഇപ്പൊ ഹീര പറഞ്ഞപ്പോ ഞാൻ എന്റെ പഴയകാല ഓർമ്മകളിലൂടെ ഒന്ന് പോയിന്ന് മാത്രം. ഓക്കെ, വിനീഷ. Yes. Sudhi SMS. Yes, sir. പറയൂ Sudhi, what was your dream job? എന്തായിരുന്നു സുധിയുടെ ഒരു ഡ്രീം ജോബ്? My dream job in the government sector. Okay, Vinisha. Okay. പറഞ്ഞോളൂ. ഗവൺമെന്റ് സെക്ടർ. Okay, very good. Life secure job, less work pressure, and better leave prospect. Yes. Government job typically offer a structured career path. Yes. Government jobs can offer competitive salaries and financial stability. Yes. Thank you, sir. Okay. ഇപ്പൊ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് സുധി. പക്ഷെ അതിൻ്റെ അകത്തും ഈ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ട് സർ. മറ്റുള്ള ജോലിനെ വെച്ച് ബെറ്റർ ആയിട്ട് ലേഡീസിന് പൊതുവേ നല്ലത് ഗവൺമെന്റ് ജോലി ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. പക്ഷേ അത് കുറച്ചുകൂടി ടീച്ചർ ആണെങ്കിൽ കുറച്ചുകൂടി റിലാക്സ് ആണ്. ഇത് നമ്മൾക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ആ ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോഴാണ്. കാരണം അതിന്റെ ബാക്കപ്പ് നമുക്ക് കയ്യിലുണ്ടാവില്ല. ഒരു വിവരാവകാശം ചോദ്യം ചോദിച്ചിട്ട് 20 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ കൊടുക്കണം. ഇത് എവിടുന്ന് കൊടുക്കും? അതിന്റെ സംഗതി വേണ്ടേ? ഇതാണ് അതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അതിന്റെ ബാക്കപ്പ് ആണ് സംഗതി. അതിന്റെ ഒന്നും നമുക്ക് കണ്ടെത്തേണ്ടി നമുക്ക് ഒരു സർക്കാർ കൊടുക്കാൻ നമ്മൾ ഈ കൊടുക്കുന്ന സംഗതി അവരൊരു വിഷയം പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിലായിരിക്കും. പിന്നെ നമുക്ക് മാറ്റി പറയാനും പറ്റില്ല. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെൻഷൻ ഉള്ള സംഗതി തന്നെയാണ് സംഗതി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ശ്രുതി ഒരു കാര്യം പറയും, ഇറ്റ് ഈസ് ലീവ് പ്രോസ്പെക്ടസ്. അത് കറക്റ്റാണ്. ഒരു വർഷം ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് 365 ദിവസം. ആ 365 ദിവസത്തില് ഒരു 10 ദിവസം ഒക്കെ നമുക്ക് ഓഗസ്റ്റ് 15 സെക്കൻഡ് കിട്ടും. 10 സെക്കൻഡ് സാറ്റർഡേ തന്നെ നമുക്ക് എത്ര ദിവസം കിട്ടും? ഒരു വർഷത്തില് 12 കിട്ടും. ബാക്കിയുള്ള ഒരു 10-30 ദിവസം അങ്ങനെ ലീവ് കിട്ടും. 30 സാർ അത് ഒരു ടൈം വരെ എന്തായാലും അതിനൊരു ടൈം ഉണ്ടാവുമല്ലോ. വർക്കിംഗ് ടൈം ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ള ഓഫീസ് പോലും ഒന്നും ആയിരിക്കില്ലല്ലോ. അതെ,
ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതിന്റെ നിയമം അങ്ങനെയല്ല. അതായത് 1969 ഓർ 1967 അന്നാണ് ഈ കോണ്ടാക്ട് റൂൾസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നത്. ഒരു ഗവൺമെന്റ് എംപ്ലോയി എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളതും എന്തായിരിക്കണം എന്നുള്ള കോണ്ടാക്ട് റൂൾസ് ആക്ച്വലി നടക്കണം അതല്ല. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ കോണ്ടാക്ട് റൂൾസിന്റെ ബേസിലാണ് എടുക്കുക. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആ ജോലി അല്ലാതെ വേറെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. കാരണം 24 മണിക്കൂർ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഒരിക്കലും 10 to 5 എന്ന് പറയുന്ന സമയമില്ല. അത് ഇവിടെയുള്ള യൂണിയനും അവരും കൂടി വന്നിരിക്കുന്ന ധാരണ മാത്രമാണ്. 5 മണിക്ക് ശേഷം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. രാത്രി അത് അങ്ങനെയാണത്. അത് നമുക്ക് ഒരു കാരണവശാലും അതിന് പറയാൻ പറ്റില്ല. അങ്ങനൊരു സംഗതിയേ ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. ഇത് പിന്നെ ഒരു കീഴ്വഴക്കം പോലെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നത് മാത്രമേ. അല്ലാതെ ഇതിൽ 24 hours ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ള ആളുകളാണ് അവർ. യെസ്, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ലാത്തതൊക്കെ വേറെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് നിയമമാണ് പറഞ്ഞത്. നിയമം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. യെസ്. പിന്നെ അപ്പൊ നമ്മൾ ലീവിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു 25 ദിവസം ലീവ് കിട്ടി. പിന്നെ ഒരു 20 ദിവസം ശമ്പളത്തോടു കൂടി അവധി കിട്ടുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ 20, 25 ഒരു 45 ദിവസം ഒരു വർഷം നമുക്ക് അവധി കിട്ടും. ഇത് കൂടാതെ പകുതി ശമ്പളത്തോടു കൂടിയ 20 ദിവസം കിട്ടും. അപ്പൊ അന്ന് ജോലി എടുക്കണ്ട, പക്ഷെ പകുതി ശമ്പളം കിട്ടും. ഈ പകുതി ശമ്പളമല്ല ഫുൾ ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ ആ 20 ദിവസത്തെ ലീവ് 10 ദിവസമാക്കി എടുത്താൽ മതി. അപ്പൊ ഫുൾ ശമ്പളം കിട്ടും. അങ്ങനെ ഒരു 20 ദിവസം. അപ്പൊ 25, 45 പിന്നെ ഒരു 20, 65 ദിവസം ലീവായിട്ടു. ഇത് കൂടാതെ ഓരോ 11 ദിവസം ജോലി ചെയ്യുമ്പോഴും ഒരു ലീവ് വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. എവരി 11 days 1 ഇങ്ങനെ ഒന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ ഏതാണ്ട് ഒരു വർഷം വരുമ്പോൾ ഒരു 33, 34 ആ റേഞ്ചിനനുസരിച്ച് ലീവ് ഉണ്ടാകും. ഈ ലീവ് ഒരു വർഷം കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, അത് അവിടെ എടുക്കണം. അപ്പൊ അടുത്ത വർഷം ജോലി വരുമ്പോ വീണ്ടും ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഈ 11 ദിവസത്തേക്കുള്ള ലീവ് പിന്നെയും കിട്ടിയത് 30. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ 33, ഈ പ്രാവശ്യം 30, അപ്പൊ 66. അത് അങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് ഞാൻ ഇനി ഒരു വർഷത്തേക്ക് ലീവ് എടുക്കുന്നു. ഈ ലീവ് അങ്ങാട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ലീവ് എടുക്കാം, നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, പക്ഷെ ശമ്പളം കിട്ടും. കാരണം ഈ ലീവ് ഫുൾ സാലറിയോട് കൂടിയ ലീവാണ്. നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് വന്നോളൂ, ഞാൻ വേറെ സ്ഥലത്ത് വേറെ പല കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ്, വിദേശത്തൊക്കെ പോവുകയാണ്. 6 മാസത്തേക്ക് ഇതിൽ നിന്നുള്ള 150 ദിവസത്തെ ലീവ് അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകും. ഇനി അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും, അത് അവിടെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടില്ലാതെ നിങ്ങൾ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യുമ്പോൾ ഈ ലീവ് എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. 400 ലീവ് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഏതാണ്ട് അല്ല 400 കൊടുക്കാൻ പറ്റും, 300 വരെ കൊടുക്കും. 300 ലീവ് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഒരു വർഷം 365 ദിവസമില്ല, ഒരു 10 മാസത്തെ ലീവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ 10 മാസത്തെ ശമ്പളം കൂടുതൽ. കാരണം നമ്മൾ ലീവ് എടുത്തില്ലല്ലോ, നമ്മുടെ അക്കൗണ്ടിൽ എടുക്കുന്ന ലീവ് അല്ലേ. അത് റിട്ടേൺ ചെയ്യുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഒരുമിച്ച് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ കിട്ടും. അന്നേരത്തെ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്തോടെ നിങ്ങളുടെ സാലറി എത്രയാണോ അതാണ് തിരിച്ചു കിട്ടുന്നത്. ഈ ലീവ് ചിലപ്പോൾ നിങ്ങൾ സർവീസിൽ കയറിയ സമയത്തോടെ ലീവായിരിക്കും, അന്ന് ശമ്പളം കുറവാണ്. പക്ഷെ അതല്ല, റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾ മേടിക്കുന്ന ശമ്പളം എത്രയാണ് അത്രയും പൈസ ഇങ്ങോട്ട് കിട്ടും. യെസ്, അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലീവ് പ്രോസ്പെക്ടസിനെ കുറിച്ച് ഇവിടെ നേരത്തെ ശ്രുതി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. നമുക്കിപ്പോ ഒരു മെയ് മാസം ആയി കഴിയുമ്പോൾ തോന്നിയത് വേണ്ട, ഈ ലീവ് ഒരു മാസത്തേക്കുള്ള നമുക്ക് അങ്ങോട്ട് കൊടുക്കാം, എന്നിട്ട് ഒരു മാസം സാലറി വേണമെങ്കിൽ തിരിച്ചു മേടിക്കും. അങ്ങനെ ലീവ് അവിടെ പോകും, ഒരു മാസത്തേക്ക് കൊടുക്കാം. ഒരുമിച്ച് 300 രൂപ കൊടുക്കണമെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ലീവിന്റെ കേസ് ഒരുപാട് സാധ്യതകളുള്ളതാണ് ലീവ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ജോലി ചെയ്യുന്ന ആളുകൾ പ്രഗ്നന്റ് ആണെങ്കിൽ, ലേഡിയാണ്, അവർ പ്രഗ്നന്റ് ആണെങ്കിൽ ശമ്പളത്തോടു കൂടി 180 ദിവസം 6 മാസം ലീവ്. അമ്മയും കുട്ടിയും തമ്മിൽ വളരെ അടുത്ത് അറ്റാച്ച്മെന്റ് വേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞിട്ട് 6 മാസത്തെ ലീവ് കിട്ടും. ഇനി ജോലി ചെയ്യുന്നത് ഭർത്താവാണെന്ന് വിചാരിക്കും. ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് ഭർത്താവ്
ഭാര്യ പ്രസവിച്ച് കഴിയുമ്പോൾ അരികത്ത് വേണ്ട ഒരാളാണ്. അതുകൊണ്ട് 10 ദിവസമോ 5 ദിവസം കഴിയുമ്പോഴേ ആ 15 ദിവസത്തെ ലീവ് അർജുനർക്കും ഭർത്താവിനുണ്ട്. ഭാര്യ പ്രസവിച്ച ഭർത്താവിന്റെ ലീവുണ്ട്. അത് പക്ഷെ ആദ്യത്തെ പ്രസവിച്ചെന്നുള്ളതിന്റെ തെളിവ് ഡെലിവറിയുടെ നോട്ടത്തെ കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേര് ഫ്രറ്റേണിറ്റി ലീവ് എന്നാണ്. മറ്റേ മെറ്റേണിറ്റി, ഫ്രറ്റേണിറ്റി, അത് ലീവ് കിട്ടും. 10 ദിവസമാണോ 5 ദിവസമാണോ. അപ്പൊ സുധി നേരത്തെ പറഞ്ഞ ലീവ് എന്ന് പറഞ്ഞില്ലേ, അത് ലാവിഷം ഇതിനകത്ത്. ഓക്കെ, ലാവിഷായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊരു വിഷൻ, ഒരു കാഴ്ചപ്പാടൊക്കെ വിചാരിക്കും, അതൊന്നും അവിടെ ഒരു വില ഉണ്ടാവില്ല. സർക്കാർ പറയും അതങ്ങാണ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു മാറ്റവും നമുക്ക് വരുത്താൻ പറ്റില്ല. വാട്ട് ഡസ് ഗവൺമെന്റ് സേ അതങ്ങോട്ട് ചെയ്യുക. നമ്മൾ ഏത് പാർട്ടിക്കാരനാണ്, അതൊന്നും അതിനകത്ത് ബാധകമല്ല. നമ്മൾ വി ആർ ദ ടൂൾസ് ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, യെസ്. അപ്പൊ ശ്രുതിക്ക് ഗവൺമെന്റ് സർവീസിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സാനു കുര്യാക്കോസ്. Yes, sir. പറയൂ സാനുവിന്റെ ഡ്രീം ജോബ് എന്താണ്? My dream job become a fashion designer. വെരി ഗുഡ്. അല്ല, ആരും പറയാത്തൊരു കേസാണ് പറഞ്ഞത്. ഫാഷൻ ബിക്കം എ ഫാഷൻ ഡിസൈനർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സാനു അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും കോഴ്സുകൾ പാസ്സായിട്ടുണ്ട്? അതുമായി ബന്ധപ്പെട്ട ഫാഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇനി കോഴ്സ്? കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ തയ്യൽ പഠിച്ചിട്ടുണ്ട് ഞാൻ. യെസ്, ഓക്കെ. യെസ്. അപ്പൊ അതിന്റെ കോഴ്സുകളും കൂടി അങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ പഠിച്ചു, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സാറേ. അപ്പൊ അതാണ് പറ്റിയത് അല്ലേ? ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ഇതിന്റെ കൂടെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ടൈം കിട്ടുന്നില്ല. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, സാനുവിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, യെസ്. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ഡ്രീം ജോബിനെ കുറിച്ച് പറയാൻ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നവർക്ക് പറയാം. ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നു എനിക്കൊരു അവസരം കൂടി തന്നോന്ന് പറഞ്ഞിരുന്നു. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. പറഞ്ഞോളൂ ശ്രീലക്ഷ്മി നേരത്തെ മെസ്സേജ് ആയിട്ടിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞോളൂ. ഓക്കെ. My dream job was to become an English teacher. Yes. Because I love the subject and teachers very well until my school days. Yes, very good. I am studying in an English medium school at Cherp. I had a confidence to answer the questions in English subject in my own way. Oh, yes, very good. After my pre-degree, I dreamed to join BA English Literature. Yes. But my teachers and family forced me to take BCom graduation because of my better pre-degree grades in commerce. Yes. So at last, I joined graduation for BCom. Yes. But unfortunately, I can't complete my BCom graduation as I wish. Yes. Then after 7 to 8 years later, I joined for human administration course for a job to access easily in a reputed hospital. Yes. Okay, Srilakshmi, you want to work abroad? അങ്ങനെ ഒരു വിഷയമില്ല, അതില്ല. If you get a chance, you will work abroad. ചിലപ്പോൾ പറയില്ലേ, I don't want to work abroad, I will work only within India. No sir, നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. Yes. Okay. Very good. Okay, Srilakshmi. Yes. Okay. വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ശ്രീലക്ഷ്മി. കാരണം നേരത്തെ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് രണ്ടാമത് കറക്റ്റ് ചെയ്ത് പറഞ്ഞില്ലേ. യെസ്, ആ ഒരു മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. ഓക്കെ ശ്രീലക്ഷ്മി. യെസ്, ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ഡ്രീം ജോബിനെ കുറിച്ച് പറയാൻ? ഓക്കെ,
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതിന്റെ അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൂടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മറക്കണ്ട, അടുത്ത ക്ലാസ്സിൽ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്, എങ്ങനെയാണ് ഞായറാഴ്ച. ഓക്കെ, നിങ്ങളത് രസകരമായിട്ട് അവതരിപ്പിച്ചോളൂ. യെസ്, ഓക്കെ. Now I ask you some questions. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നെയിം ഓഫ് ഫിലിംസ് ചോദിച്ചിട്ട് എന്റെ ഡയറക്ടർമാരുടെ പേരാണ് ചോദിച്ചത്, അല്ലേ? റൈറ്റ്? യെസ്. അപ്പൊ ഞാനന്ന് കുറച്ച് ദൃശ്യം വരെയാണ് ഞാൻ ചോദിച്ചു നിർത്തിയത്. അപ്പൊ അതിന് ശേഷമുള്ള കുറച്ചെണ്ണം കൂടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത് മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമുണ്ട്. യെസ്, ചോദ്യം ഇതാണ്. ദൃശ്യം ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞു ജിത്തു ജോസഫ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നെയിം ഓഫ് ദ ഫിലിം ഈസ് കുഞ്ഞിരാമായണം. നെയിം ഓഫ് ദ ഫിലിം ഈസ് കുഞ്ഞിരാമായണം. Who is the director? Okay, Sanu. Okay, Srilashmi. Okay, then Sia. Srilashmi Devi, correct ആണ്. Sudhi correct ആണ്. Basil Joseph. Okay. Basil Joseph is not only an actor, he is a director too. Okay, Basil Joseph. Yes. Okay. Correct ആണ്. അടുത്തത്, next question. Name of the film is Eega. E-E-G-A. Eega. Who directed the film? E-E-G-A. What's the Tansia? It is a correct answer. Tansia and Hira, Srilashmi, correct answer. It is directed by Rajamouli. It is a correct answer. Then I will read it. Yes, correct answer. Next question. The name of the film is Endire. Endire. Is a Tamil movie. Oh, okay, Srilashmi. Okay, then Sia. Okay, Sanu, Sudhi, correct on. Nimi correct on. The director is Shankar. The director is Shankar. Very good. Next question. The name of the film is Interstellar. I-N-T-E-R-S-T-E-L-L-A-R. Interstellar. Okay, Hira, Nansia, is a correct answer. Srilashmi, correct answer. Nolan is a correct answer. Very good. Okay. Okay, Nansia, is a correct answer. Next question. The name of the film is Vanaprastha. Vanaprastha. Okay. Hira, okay. Srilashmi, okay. Correct. മുഴുവൻ പേര് പറയുമ്പോൾ ഷാജി എൻ കരൺ. യെസ്, ഈ അടുത്ത കാലത്താണ് പുള്ളി മരിച്ചു പോയത്, ഷാജി എൻ കരൺ. യെസ്. യെസ്, അടുത്തത് സയൻസ്. SIGNS. Science. SIGNS. Hira. അറിയില്ല സാർ. Yes. Yes, Tansia is a correct answer. Manoj Naik Shaman. Yes. Very good.
Yes. Okay. Srilakshmi. Then I will last question. Name of the film is okay, Srilakshmi, correct. Name of the film is Chemmi. Name of the film is Chemmi. Yes, Tansia. Yes, Kira. Srilakshmi, correct one. The film is directed by Ramu Kadiat. It's the correct answer. Okay. It's the correct answer. Yes. Yes, Ramu Kadiat. Yes. Okay. ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആ ചോദ്യത്തിലോട്ട് കിടക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ എസ് എന്നും രണ്ടാമത്തെ ലെറ്റർ ഇ എന്നുമാണ്. ഫസ്റ്റ് ലെറ്റർ ഈസ് എസ് ഇ. ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ സാനു. എസ് ഇ. എസ് ഇയിൽ തുടങ്ങുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ആൻസർ വരാൻ എന്നുള്ള കാര്യം പറയാം. യെസ്. ചോദ്യം ഇതാണ്. A person employed in a house on domestic duties. Sanu, Srilakshmi, Hira. Sanu, Srilakshmi, and Hira. Okay. The correct answer ആണ്. ഞാൻ പറയുന്നത് 3 പേരിൽ വ്യത്യസ്തമായ 3 പേരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണോട്ടെ. The answer is servant. അതിന് പറയുന്ന പേരാണ് നമ്മൾ servant. അടുത്തത്. A great body of salt water. A great body of salt water. Hira, Srilakshmi, Tansia. Hira, Srilakshmi, Tansia. ചോദ്യം പോലും എന്നെ കൊണ്ട് മുഴുവനാക്കിയില്ല. യെസ്, അതിന് ആൻസർ വന്നു സി എന്ന് വന്നു. എന്നാലും ഞാൻ ചോദ്യം ഒന്ന് പറഞ്ഞേക്കാം. എ ഗ്രേറ്റ് ബോഡി ഓഫ് സാൾട്ട് വാട്ടർ ദാറ്റ് കവേഴ്സ് മച്ച് ഓഫ് ദി എർത്ത്. ദാറ്റ് കവേഴ്സ് മച്ച് ഓഫ് ദി എർത്ത്. അതാണ് സി. ഇത് ഞാൻ പറയുന്ന കാര്യത്തിന്റെ കോമൺ ആയിട്ടുള്ള പേര് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. യെസ്. Spring, summer, autumn, and winter. Hira, Tansia, Srilakshmi. Hira, Tansia, and Srilakshmi. Okay, all are seasons. എല്ലാവരും എന്താണ്? Seasons ആണ്. Season. Yes. Next question. ഞാൻ പറയുന്ന ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ പണ്ടുപേര് പറയും. To look carefully. To look carefully. അതല്ല ഞാൻ പറട്ടെ. To look carefully in an effort to find something. To look carefully in an effort to find something. Sanu, Hira, Srilakshmi. Sanu, Hira, Srilakshmi. Okay, the correct. Okay, name correct ആണ്. The answer is search. See എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക. ഈ എഫേർട്ടിൽ എങ്ങനെ അത് കണ്ടുപോകുന്നതാണ്. മറ്റേത് അതിനല്ല, വിത്ത് ആൻ എഫേർട്ട് ആണ്. യെസ്. അടുത്തത് വെരി സിമ്പിൾ. Between first and third. Between first and third. Sanu, Ansu, Hira. Sanu, Ansu, and Hira. It's a correct answer. Ansu. Ansu, right? Anu. Ansu. Yes. Anusli, അൻസു ആണ് സർ. അൻസു. Ansu, ANSU അല്ലേ? അതെ, ANSU. Sanu, Ansu, Vinsha. Vinsha.
Okay, okay, okay. Yes. About the second ആണ് second. Okay, 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 okay. Sanu. Okay, ready. Okay, Sanu. Yes. Next question. അടുത്ത മീനിങ് ആണ് carefully choose from the given options. Carefully, Srilashmi, Tansia, answer. Srilashmi, Tansia, and answer. It's the correct answer. That is called select. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ട് എന്ന് പറയുന്നത്. അടുത്തതും ഒരു മീനിങ് ആണ്. ആ മീനിങ് കേട്ടിട്ട് അതിന്റെ വേർഡ് വൺ വേർഡ് എന്ന് പറഞ്ഞാൽ മതി. ബീയിങ്, BEING, ബീയിങ് excessively concerned with oneself, having no regard for others. Having Srilashmi, Hira, Vinisha. Srilashmi, Hira, and Vinisha. സെൽഫ് അല്ല, സെൽഫിഷ് ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ സെൽഫ് എന്ന് പറഞ്ഞപ്പോൾ അത് പരിഗണിച്ചിട്ടുണ്ട്. സെൽഫിഷ് ആണ്, അതായത് സെൽഫിഷ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കെയർഫുള്ളി ബീയിങ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് ബി കൺസേൺഡ് വിത്ത് വൺസെൽഫ്. അയാളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഹാവിംഗ് നോ റിഗാർഡ് ഫോർ others. Okay. Next question. Tansia. Okay, Tansia. Yes. Okay. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചോദ്യം ഇതാണ്. A match just before the finals. A match just before the finals. Hira, Sanu, Srilashmi. Hira, Sanu, and Srilashmi. Okay. ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ചോദ്യങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാം. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനത്തിൽ ആൻസു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, വിൻഷ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, താൻസിയ 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സാനു 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഹീരക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 7 പോയിന്റ്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മിക്കും 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ടുഡേസ് യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. ഓക്കെ, വെൽക്കം. ചിലപ്പോൾ 1-2 മാർക്കൊക്കെ നിങ്ങളുടെ കിടക്ക് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാകും കുട്ടികൾക്ക്, മനസ്സിലൊന്നുമില്ലല്ലോ. യെസ്, ജസ്റ്റ് ഫോർ ഫൺ. അപ്പൊ ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മറക്കേണ്ട how do you spend your Sundays. Okay, we will meet in the next class. Okay, bye. Okay, Sunday Srilashmi. Thank you.